ആകെ കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 5-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥാനം എന്ന് പറയുന്ന ലക്ഷണത്തെയാണ് ചർച്ച ചെയ്യുന്നത്. 3-ാമത്തെ സ്കന്ധത്തിൽ സർഗമെന്നും 4-ാമത്തതിൽ വിസർഗമെന്നും 5-ാമത്തതിൽ സ്ഥാനമെന്നും പറയണം. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പൊസിഷൻ, ലെവൽ എന്നൊക്കെ നമുക്ക് പറയാം. മലയാളത്തിൽ സംസ്കൃതത്തിലൊക്കെ പറയുകയാണെങ്കിലോ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥാനത്ത്, എങ്ങനെയുള്ള സ്ഥാനത്ത്, ഏത് രീതിയിലുള്ള സ്ഥാനത്ത്, ഇത് നമുക്കൊരു ഒറ്റവാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മൾ പല തലങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും. ഉദാഹരണത്തിന് നമ്മുടെ ശരീരം എടുക്കുകയാണ്. ശരീരത്തിന് പല സ്ഥാനങ്ങളുണ്ട്. സ്ഥാനം എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഗ്രോത്ത് ഉണ്ട്, വളർച്ചയുടെ വിവിധ തലങ്ങളുണ്ട്. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് ശൈശവത്തിൻ്റെ ഒരു സ്ഥാനമുണ്ടായിരുന്നു, ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ബാല്യത്തിലേക്ക് കടക്കണു, 2-ാമത്തെ ഒരു സ്ഥാനം. 3-ാമത് കൗമാരത്തിലേക്ക് കടക്കുന്നു. 4-ാമത് യൗവനത്തിലേക്ക് കടക്കുന്നു. 5-ാമത് മധ്യവയസ്കയിലേക്ക് കടക്കുന്നു. 6-ാമത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു. അപ്പം ശരീരത്തിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ കാലത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് അതിന് പലതരത്തിലുള്ള സ്ഥാനങ്ങളിലൂടെയും ലെവലിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ആർക്ക്? ശരീരത്തിന്. അതെന്തുകൊണ്ടാണ് അത് കടന്നു പോകുന്നത്? കാരണം ശരീരം കാലചക്രത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ കാലനിയമത്തിൽ പെട്ടതാണ്. എന്താ കാലനിയമം എന്ന് പറഞ്ഞാൽ? എനിത്തിങ് വിച്ച് കം അണ്ടർ ടൈം ഇറ്റ് ഹാസ് ടു ചേഞ്ച് എന്നാണ്. ഇതാണ് ഐൻസ്റ്റീൻ കണ്ടെത്തിയ വലിയൊരു കണ്ടെത്തൽ. കാലത്തിലും ടൈം ആൻഡ് സ്പേസിൽ പെട്ടതെല്ലാം ഇറ്റ് ഹാസ് ടു ചേഞ്ച്, കോൺസ്റ്റൻ്റ്ലി ഇറ്റ് ഹാസ് ടു ചേഞ്ച് എന്നാണ്. അതാണ് ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കാലനിയമത്തിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ടോ, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാലപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി ദേഹിനോസ്മിൻ യദാ ദേഹി കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. യു കാൺ ഡു എനിത്തിങ് വിത്ത് യുവർ ബോഡി ബിക്കോസ് ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ഇത് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കാലത്തിൽ പെട്ടതെല്ലാം വിവിധ മാറ്റങ്ങളിലൂടെ കടന്നു പോകണം. അതിന് വിവിധ ലെവലുകളുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ശരീരത്തെ മാറ്റി നിർത്താം. ഇനി നമ്മൾ മനസ്സിൻ്റെ തലത്തിലേക്ക് വരാം. മനസ്സിന് അതിന് ഏതൊക്കെ ലെവലുകളുണ്ട്? ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അത് കാലനിയമത്തിൽ പെടുന്നതാണോ എന്നുള്ളതാണ്. മനസ്സ് കാലനിയമത്തിൽ പെടുന്നതാണോ? എന്താ ഉത്തരം? കാലനിയമത്തിൽ പെടുന്നതാണെങ്കിൽ അതിനും എന്തുണ്ടാവണം? മാറ്റങ്ങൾ ഉണ്ടാവണം.
എന്നാൽ നമ്മുടെ അനുഭവപ്രകാരം, പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരം, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവപ്രകാരം നിങ്ങളുടെ മനസ്സ് മുഴുവൻ ശരീരത്തെ പോലെ മാറിയിട്ടില്ല. ഉണ്ടോ? ഇപ്പോഴും അതിൽ ബാല്യകാല സ്മരണകളില്ലേ? ഇല്ല. കൗമാരകാലത്തെ സ്മരണകളില്ലേ? യൗവനകാലത്തെ സ്മരണകൾ ഉണ്ടാവില്ലേ? എല്ലാ സ്മരണകളും ഉണ്ടാവും. അപ്പം മനസ്സ് പരിപൂർണമായിട്ട് മാറുന്നില്ലെങ്കിൽ ശരീരം കാലനിയമത്തിൽപ്പെട്ടതാണ്, എന്നാൽ മനസ്സ് കാലനിയമത്തിൽ പെട്ടതല്ല. അപ്പോൾ പിന്നെ മനസ്സിൻ്റെ സ്ഥാനം ഏതൊക്കെയാണ്? മനസ്സിന് വേണമെങ്കിൽ ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കാം. മനസ്സിന് വേണമെങ്കിൽ ശരീരബോധത്തിൽ നിന്ന് ഉയർന്നു നിന്നുകൊണ്ടും ജീവിതം കൊണ്ടു നടക്കാം. അതായത് മനസ്സിന് 2 സ്ഥാനങ്ങളുണ്ട് എന്ന് ചുരുക്കത്തിൽ പറയാം. ഒന്ന് താഴ്ന്നതും ഒന്ന് ഉയർന്നതും. അപ്പം താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള സ്ഥാനം അത് മനസ്സിനുണ്ട്. സ്വാമി, മനസ്സിലായില്ലേ ഞങ്ങൾക്ക്? അതായത് മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലൊരു ചെറിയ കുട്ടിയെ തന്നു, പ്രസവിച്ച് അതിയാവാത്തൊരു കുട്ടിയെ. ആ കുട്ടിയെ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എങ്ങനെയിരിക്കും? അതിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ വയസ്സിനനുസരിച്ചുള്ള പെരുമാറ്റമായിരിക്കും. നിങ്ങൾ അതിൻ്റെ തലത്തിലേക്ക് താഴുമോ? അപ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് താഴ്ത്താൻ സാധിക്കും. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഏജിലുള്ള കുട്ടികളെ നമ്മൾ കാണുന്നു വിചാരിക്കുക. 1 വയസ്സുള്ള കുട്ടി, 2 വയസ്സുള്ള കുട്ടി, 3 വയസ്സുള്ള കുട്ടി, ഇവരോടൊക്കെ ഉള്ള പെരുമാറ്റം ഒരുപോലെ ഇരിക്കുമോ? അവരുടെയൊക്കെ തലങ്ങളിലേക്ക് താഴാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിനെ താഴ്ത്താനും നമുക്ക് സാധിക്കും, ഉയർത്താനും സാധിക്കും. പക്ഷെ ക്രമേണ എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ചിലവർക്ക് മനസ്സിനെ ഫ്ലെക്സ് ചെയ്യാൻ സാധിക്കില്ല. എന്താ ഈ ഫ്ലെക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സന്ദർഭങ്ങളിൽ ഏതിനോട് ഇടപഴകണോ അതിൽ പരിപൂർണമായി മനസ്സിനെ കൊണ്ട് വ്യാപരിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവരുടെ പഴയകാല സ്മരണകളും അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അവരെ ആ സന്ദർഭത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുന്നു. പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യേണ്ടടുത്ത് അവർ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ മനസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആരോട് നാം എങ്ങനെ ഇടപഴകുന്നുണ്ടോ അതിനനുസരിച്ച് മനസ്സ് അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ, അവർക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ പെരുമാറാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു സ്ഥാനം എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇപ്പോഴത്തെ സിനിമാ നടന്മാരെയൊക്കെ നോക്കുക നിങ്ങൾ, കേരളത്തിലുള്ളവർ. ഇപ്പോഴും അവർ റൊമാൻറ്റിക് ഫിലിം അഭിനയിക്കുന്നവരുണ്ട്. വയസ്സുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ മുത്തച്ഛനാവാൻ പ്രായമുള്ളവരുണ്ട് അതിൽ, ഇല്ലേ? എന്നിട്ടും അവർ കോളേജ് പഠിക്കുന്ന പിള്ളേരെ പോലെ കൗമാരപ്രായത്തിലുള്ള അഭിനയങ്ങളൊക്കെ അഭിനയിക്കാൻ സാധിക്കുന്നതിന് കാരണം അവരുടെ ശരീരത്തിന് മാറ്റം വന്നു, പക്ഷെ മനസ്സിനെ അവർക്ക് കൗമാരപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റോൾ അവർക്ക് നന്നായിട്ട് അഭിനയിക്കാനും പറ്റുന്നുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയക്കാരെ നോക്കും നിങ്ങൾ, അവർക്കും പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. എത്ര ശാരീരികമായ പ്രായമായാലും മനസ്സിന് പ്രായം വരാത്തൊരു കൂട്ടരാണ് രാഷ്ട്രീയക്കാർ. അപ്പോൾ നമുക്ക് ഏത് രീതിയിലും പെരുമാറാൻ സാധിക്കും നമ്മുടെ മനസ്സുകൊണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ നമ്മുടെ മനസ്സിന് ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? മനസ്സിനെ സ്വതന്ത്രമാക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സ് സ്വതന്ത്രമാവാത്തൊരു വ്യക്തിക്ക് അയാളുടെ പഴയ സ്വഭാവങ്ങൾ അയാളുടെ മറ്റു പ്രവൃത്തികളിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അയാളുടെ സ്വഭാവ വൈകല്യങ്ങൾ അയാളെ ഉയർത്തുന്നതിന് പകരം താഴ്ത്തിക്കളയും. ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക എന്നാണ് അർത്ഥം. മനസ്സിനെ നമ്മൾ സ്വതന്ത്രമാക്കുക, ഒന്നിലും ഒരു ഒട്ടലില്ലാതെ പിടിച്ചു നിർത്തുക. അങ്ങനെയാണെങ്കിൽ ഏതിനോടും ചേരാനും സാധിക്കും, ഏതിൽ നിന്ന് വിടാനും സാധിക്കും. ഭഗവാൻ ഗീതയിൽ 6-ാം അധ്യായത്തിൽ ഇത് ഓർമ്മിപ്പിക്കും, എങ്ങനെ കൊണ്ടു നടക്കണം നമ്മൾ നമ്മുടെ മനസ്സിനെ എന്ന്. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്ത ആഹാര യുക്ത വിഹാര യുക്ത കർമ്മസു യുക്ത അവബോധ.
ഏതേത് രംഗങ്ങളിൽ നമ്മൾ ഏതേത് കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനോടൊക്കെ യോഗം ചെയ്യാനും മനസ്സിന് സാധിക്കണം. അതിൽ നിന്ന് മനസ്സ് വിടാനും നമ്മുടെ മനസ്സിന് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റായി 100% പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന വർക്കിനെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സ് സ്വതന്ത്രമായാൽ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്നു പറയുകയാണ്. അതെല്ലാം നമ്മുടെ പഴയ ഈഗോ, നമ്മുടെ പഴയ ആ സ്വഭാവങ്ങളുണ്ടല്ലോ, ആ പിടിവാശികളൊക്കെ വെച്ച് നമ്മൾ പണിയെടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്തു എന്ന് വരും, പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം മറ്റുള്ളവരെ അതവരെ ഇൻ്റർഫിയർ ചെയ്തു എന്ന് വരും, അവരെ മാനസികമായിട്ട് നിങ്ങൾ വേദനിപ്പിച്ചു എന്ന് വരും. അപ്പം അങ്ങനെ നമ്മൾ മാനസികമായി വേദനിപ്പിക്കാതെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതായത് ദ വേ യു റിയാക്ട് ഇറ്റ് ഡിസൈഡ്സ് യുവർ ക്വാളിറ്റി ഓഫ് മൈൻഡ് എന്നാണ്. ഒരിക്കൽ തോമസ് എഡിസൺ എന്ന് പറഞ്ഞിട്ട് ബൾബ് കണ്ടെത്തിയ ആളുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. തോമസ് എഡിസൺ അല്ലേ ബൾബ് കണ്ടെത്തുന്നത്? അദ്ദേഹത്തിന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാക്ടറി. വളരെ വലിയ ശാസ്ത്രജ്ഞൻ, അതിഗംഭീരമായൊരു ഫാക്ടറി. അതും ആ ഫാക്ടറിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഒരിക്കലും അഗ്നിബാധ ഏൽക്കാത്ത ഉരുക്കുകൊണ്ടുണ്ടാക്കിയ, എന്താണ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന പോലെ അത് ഫയർ പ്രൂഫ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫാക്ടറിയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ അദ്ദേഹത്തിന്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയൊരു സാധനം ആയതുകൊണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു. വലിയ ഫാക്ടറി. ഒരു ദിവസം ഇവരെല്ലാവരും സ്റ്റാഫൊക്കെ പുറത്തു വന്നതിന് ശേഷം ഭയങ്കരമായൊരു പൊട്ടിത്തെറി അതിൻ്റെ ഉള്ളിൽ നിന്ന്. തോമസ് എഡിസൺ ഈ ശബ്ദം കേട്ടിട്ട് വന്ന് നോക്കുകയാണ് തൻ്റെ ഫാക്ടറിക്ക് എന്താ പറ്റുന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഫാക്ടറി അങ്ങനെ കത്തി 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 മുകളിലേക്ക് അഗ്നിജ്വാല ഉയരുകയാണ്. എങ്ങനെയുള്ള ഫാക്ടറി? അത് മറക്കരുത്. ഫയർ പ്രൂഫ് എന്ന് പറഞ്ഞ സാധനം കത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെ വന്നിട്ട് കരയാൻ തുടങ്ങി. എന്ത് ഫയർ പ്രൂഫാണ് നമ്മൾ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞത്, ഒക്കെ കത്തി ചാമ്പലാവുന്നില്ലേ? എത്ര നമ്മൾ ഗവേഷണത്തിന് വേണ്ടി കോടികൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ സംഖ്യകളൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങൾ എല്ലാം കത്തി ചാമ്പലാവുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോമസ് എഡിസൺ എവിടെയും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ 10-24 വയസ്സുള്ള ചാൾസ് ആ കാലഘട്ടത്തിൽ അയാൾ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. രാത്രി സമയം, ഇരുട്ട്, ഈ കത്തുന്നതിൻ്റെ പ്രകാശം മാത്രമേ ഉള്ളൂ എങ്ങും. അച്ഛനെ അന്വേഷിച്ച് നടക്കുമ്പോണ്ട് അവിടെ ഈ ഫാക്ടറിയുടെ കുറച്ച് ദൂരെയായിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ അച്ഛനെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. ഈ വെടിക്കെട്ടൊക്കെ കാണുന്ന രീതിയിൽ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആൾക്കാർ വെടിക്കെട്ട് കാണുമല്ലോ, അതുപോലെ അദ്ദേഹം വളരെ കൂളായിട്ടിരുന്ന് കാണുകയാണ്. അപ്പോഴേക്കും കുട്ടി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ എവറിത്തിങ് ലോസ്റ്റ്, അച്ഛൻ്റെ എല്ലാ സങ്കല്പങ്ങളും നശിച്ചു പോയില്ലേ, അച്ഛൻ എത്രയോ ഗവേഷണങ്ങൾ ചെയ്ത് കണ്ടെത്തിയ സത്യങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങിയപ്പം ഉടനെ തോമസ് എഡിസൺ പറയാണ്, നീ അമ്മയെ വേഗം കൂട്ടിക്കൊണ്ടുപോകാന്ന്. ചോദിച്ചു എന്തിനാണെന്ന്. ഇതുപോലൊരു കത്തൽ ഇനി അവൾക്ക് ഈ ജീവിതത്തിൽ കാണാൻ പറ്റില്ല എന്ന്. വേഗം കൂട്ടിക്കൊണ്ടുപോകാന്ന്. കാരണം ഇതൊരു അത്ഭുതമാണ് ഈ കത്തൽ കാണാൻ. എന്നിട്ട് വളരെ കൂളായിട്ട് അദ്ദേഹം അതൊക്കെ കണ്ട് വീട്ടിലേക്ക് വന്നപ്പം ഭാര്യയുടെ മുഖം ഇത്രയുണ്ട്, മകൻ്റെ മുഖം ഇത്രയുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ രാത്രിയിൽ വന്ന് ചേർന്നുണ്ട്. തോമസ് എഡിസൺ വളരെ കൂളായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫെല്ലാം വന്നു. അവർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട ദുഃഖം, എല്ലാവരും വളരെ ഒരു വിഷാദം മൂഡിലിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്, വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾ അവർ മിസ്റ്റേക്സ് ആർ ബേൺഡ് അപ്പ് എന്നാണ്. നൗ വി ക്യാൻ സ്റ്റാർട്ട് ന്യൂ മിസ്റ്റേക്സ്. അതാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് മുഴുവൻ കത്തി നശിച്ചു, എനിക്കതിൽ ദുഃഖമില്ല, ഇനിയും നമുക്ക് പുതിയത് കണ്ടെത്താം. അപ്പം കഴിഞ്ഞു പോയതിനെ നമ്മൾ പിന്നെ അതിലേക്ക് മനസ്സ് പോകാൻ സമ്മതിക്കാതെ ഇനി നമ്മളൊരു പുതുമയുള്ളവനായിട്ട് മാറാനുള്ള കഴിവ് എന്തിനുണ്ട്? മനുഷ്യ മനസ്സിനുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞുപോയ ദുരന്തത്തെ ഓർത്ത് ഇരുന്ന് ദുഃഖിച്ച് ജീവിതം നരകിപ്പിക്കാനും നമ്മുടെ മനസ്സിന് സാധിക്കും. ഏത് സ്ഥാനത്ത് നിങ്ങളുടെ മനസ്സിന് വയ്ക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. മറ്റൊരു റിയാക്ഷൻ്റെ കഥയും കൂടി പറഞ്ഞുതരാം. ഒരിക്കലൊരു സോഫ്റ്റ്വെയർ കമ്പനിയും ഏവിയേഷൻ കമ്പനിയും കൂടി ചേർന്നിട്ട്, അതായത് പ്ലെയിൻ പറത്തുന്ന കമ്പനിയായിട്ട്, പ്ലെയിൻ കമ്പനിയായിട്ടൊരു അവർ തമ്മിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരു പുതിയൊരു വെഞ്ചർ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ ടെക്നോളജിയുടെ കാലമാണല്ലോ, IT യുടെ കാലമാണല്ലോ. അപ്പോൾ ഇനി പൈലറ്റ് ഇല്ലാത്ത പ്ലെയിൻ ഇറക്കാമെന്ന് വെച്ചു.
പൈലറ്റ് ഉണ്ടാവില്ല ഇനി പ്ലെയിനിലൊന്നും. അതിന് പകരം കമ്പ്യൂട്ടർ റോബോട്ടുകളായിരിക്കും. അപ്പോൾ എയർ ഹോസ്റ്റസ്മാരൊക്കെ അങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ കഴിക്കുക, വേണ്ടെങ്കിൽ കഴിക്കാണ്ടിരിക്കുക. അതിൽ കൂടുതലൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുത്തെ ആ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ മനുഷ്യനില്ലാത്ത, മനുഷ്യ പൈലറ്റ് ഇല്ലാത്ത ആദ്യത്തെ പ്ലെയിൻ അവർ സെറ്റ് ചെയ്തു, റെഡിയാക്കി. അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ പറക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ കൊണ്ടുവന്നു അത്. അപ്പോൾ IT കമ്പനിയിലുള്ള സകല സ്റ്റാഫിനോടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, നിങ്ങൾ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ പറക്കുന്നതിൽ നിങ്ങൾ ഇരിക്കണമെന്ന്. ഒരു മനുഷ്യനും കോൺഫിഡൻസ് ഇല്ല. പറയുമ്പോൾ ഇവരൊക്കെ ഡെവലപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ. അതിലൊരു എൻജിനീയർ മാത്രം കയറിയിരുന്നു, വേറെ ഒരാളും കയറിയിരുന്നില്ല. എല്ലാവർക്കും അതിശയായി. പത്രപ്രവർത്തകരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, TV-ക്കാർ മൈക്കായിട്ട് വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. മിനിസ്റ്റർ നാട മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്കതിലേ ജോലിയുള്ളൂ, അവരതിൽ കയറാൻ തയ്യാറില്ല. ഈ ഒരു മനുഷ്യൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ പത്രപ്രവർത്തകർക്ക് വളരെ ജിജ്ഞാസയായി. അവർ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് മാത്രം ഇതിൻ്റെ അകത്ത് കയറാനൊരു ധൈര്യം വന്നു എന്ന്. ഉടനെ അദ്ദേഹം പറയാണ്, എനിക്കിതിൽ വലിയ ടെൻഷനൊന്നുമില്ല എന്ന്. കാരണം അത് ഞങ്ങളുടെ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് തന്നെ. കാരണം സാർ, ഞങ്ങളുടെ കമ്പനി ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റും ഇതുവരെ നേടിയിട്ടില്ല. അതായത് ഈ വിമാനം ഒരിക്കലും പൊങ്ങില്ലാതെ 100% ഉറപ്പാണ് അയാൾക്ക്. ഏതായാലും ഇതുവരെ സക്സസ് ആവാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലിരിക്കാൻ എന്താ എത്ര പേടിക്കേണ്ട കാര്യം? അങ്ങനെയും ചിന്തിക്കാം. അപ്പം നേരെയാവില്ല എന്നുള്ള ചിന്ത കൊണ്ട് നമുക്ക് ജീവിതം നയിക്കാം.